നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ ചൂട് ഇന്നും തുടർന്നേക്കും. ഇന്ന് പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. നിലവിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന താപനിലയും ഉഷ്ണതരംഗത്തിന് സമാനമായ അന്തരീക്ഷവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. എന്നാൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും നാളെ മുതൽ വ്യാഴാഴ്ച വരെ വ്യാപകമായ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ ലഭിക്കാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച തിരുവനന്തപുരത്തും കണ്ണൂരിലും മലപ്പുറത്തും 3 പേർക്ക് പാമ്പ് കടിയേറ്റു. തിരുവനന്തപുരത്ത് മൂങ്ങോട് സ്വദേശിയായ 14 വയസ്സുകാരി ഹന ഫാത്തിമയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. വീടിന് സമീപത്ത് വെച്ച് കടിയേറ്റ പെൺകുട്ടിയെ ഉടൻ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ 75 വയസ്സുകാരി പട്ടുവം കുന്നരു സ്വദേശി നമ്പറാൻ നാരായണിക്കാണ് പാമ്പ് കടിയേറ്റത്. ഇവർ പരിയാരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. മലപ്പുറം കൈനോടിൽ 16-കാരിക്കാണ് പാമ്പ് കടിയേറ്റത്. കൈനോട് സ്വദേശിയുടെ മകൾക്കാണ് കുടുംബം താമസിക്കുന്ന ഫ്ളാറ്റിന് പരിസരത്ത് വെച്ച് പാമ്പ് കടിയേറ്റത്. അപകടത്തെ തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു. എടപ്പാൾ സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ. ഇതോടെ മരിച്ചവരുടെ എണ്ണം 16ആയി. അപകടത്തിൽ കാണാതായ 4 പേരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി സൂചന. അപകട സ്ഥലത്തുനിന്ന് ശേഖരിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ DNA പരിശോധനയിൽ 4 പേരെയും തിരിച്ചറിഞ്ഞതായാണ് ജില്ലാ ഭരണകൂട വൃത്തങ്ങൾ നൽകുന്ന സൂചന. അപകടത്തെ തുടർന്ന് കാണാതായ ഗിരീഷ്, അഭിജിത്ത്, വിഷ്ണു, സുരേഷ് CA എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞതായി സൂചന ലഭിച്ചിട്ടുള്ളത്. കവർച്ചാ കേസ് പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കടവന്ത്ര പോലീസ് പിടികൂടിയ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് ചാടിപ്പോയത്. പത്തനംതിട്ട സ്വദേശി റസൽ, ആലപ്പുഴ സ്വദേശി സൂരജ് എന്നിവരാണ് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടത്. എന്നാൽ ചന്തമംഗലത്ത് വെച്ച് സൂരജ് പിടിയിലായി. കനാലിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രതി. റസലിനായി അന്വേഷണം തുടരുകയാണ്. തിരുവനന്തപുരം ആര്യനാട് കാൽനട യാത്രക്കാരെ ബൈക്ക് യാത്രികൻ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയ ബൈക്ക് യാത്രികന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു പോലീസ്. ആര്യനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളനാട് കൂട്ടായടി മുട്ടൽ സരസ്വതി വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് സമീപത്തായിരുന്നു സംഭവം. കാൽനട യാത്രക്കാരായ സുധ, ഗീത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ബന്ധുക്കളാണ്. ആര്യനാട് CIയുടെ നേതൃത്വത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. വീതിയുള്ള റോഡിൽ കൊടും വളവുകളുണ്ട്. സ്ഥിരമായി അപകടം നടക്കുന്ന മേഖലയാണിത്. നിരവധി അപകടങ്ങളും 3 അപകട മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പാമ്പ് കടിയേൽക്കുന്നവർക്കുള്ള ആന്റിവെനം ലഭ്യമായ ആശുപത്രികളുടെ പട്ടിക പുറത്തുവിട്ടതുകൊണ്ട് കാര്യമില്ലെന്നും മതിയായ ചികിത്സാ സംവിധാനം ഒരുക്കണമെന്നും സർക്കാർ ഡോക്ടർമാർ. പാമ്പ് വിഷമേറ്റ് ദിനംപ്രതി മരണങ്ങൾ സംഭവിക്കുകയും അതിൽ പലതും താലൂക്ക് ആശുപത്രികളിൽ ചികിത്സ നിഷേധിച്ചതുകൊണ്ടാണെന്ന ആക്ഷേപം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഡോക്ടർമാർ രംഗത്തെത്തിയത്. താഴെത്തട്ടിലുള്ള ആശുപത്രികളിൽ വെന്റിലേറ്ററും ICUവും കൃത്യമായ നിരീക്ഷണ സംവിധാനവും സജ്ജമല്ലെങ്കിൽ ആന്റിവെനം നൽകുന്നത് രോഗിയെ അപകടത്തിലാക്കും. മാരകമായ അലർജി റിയാക്ഷനുകൾ മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ നഷ്ടപ്പെടുത്തും. തീവ്രമായ അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള സൗകര്യങ്ങൾ വേണം. ജീവൻ രക്ഷാ ഉപകരണങ്ങളും മുഴുവൻ സമയ ഡോക്ടർമാരും വേണം. ശ്വാസതടസ്സം, ഹൃദയസ്തംഭനം പോലെയുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വെന്റിലേറ്ററും ICUവും വേണം. പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടുന്ന കേരളത്തിൽ കാണപ്പെടുന്ന 8 ഇനം അണലികളുടെ വിഷത്തിന്റെ ചികിത്സയ്ക്ക് മറുമരുന്ന് ആന്റിവെനം ഇനിയും വികസിപ്പിച്ചിട്ടില്ല. കടിയേറ്റാൽ ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കേ മാർഗമുള്ളൂ. കുഴിമണ്ഡലി, പിറ്റ് വൈപ്പർ ഇനത്തിലുള്ളവയാണ് ഈ അണലികൾ. ഇവയിൽ മുഴമൂക്കൽ, കുഴിമണ്ഡലി, ഹംപ് നോസ്റ്റഡ് പിറ്റ് വൈപ്പർ ആണ് ഏറ്റവും അപകടകാരി. കേരളത്തിൽ വനത്തിലും അതിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലുമാണ് ഇവയെ സാധാരണ കാണാറ്. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് വിഷമേൽക്കുന്നതിൽ 4-1 മുഴമൂക്കൻ കുഴിമണ്ഡലി കാരണമാണ്. ഇത് കടിച്ചാൽ മരണസാധ്യത ഏറെയാണ്. ആരോഗ്യ വനം വകുപ്പുകളുടെ സംയുക്ത യോഗത്തിൽ കുഴിമണ്ഡലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾക്ക് ആന്റിവെനം വികസിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. സംസ്ഥാന സർക്കാരിനും ഈ ശുപാർശ നൽകി. എന്നാൽ സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. സംസ്ഥാനത്ത് അനിയന്ത്രിതമായി ഉയരുന്ന വൈദ്യുതി ഉപഭോഗം വിതരണ ശൃംഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. കൊടും വേനലിൽ വൈദ്യുതി ആവശ്യകത റെക്കോർഡുകൾ ഭേദിക്കുന്ന സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി സഹകരിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു.
വൈകുന്നേരം 6 മുതൽ രാത്രി 11 വരെയുള്ള പീക്ക് സമയങ്ങളിലാണ് അതീവ ജാഗ്രത പുലർത്തേണ്ടത്. സംസ്ഥാനം നേരിടുന്ന കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം KSEBയുടെ ആസൂത്രണമില്ലായ്മയാണെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. 250 മെഗാവാട്ട് അടിയന്തരമായി വാങ്ങാൻ അനുമതി നൽകിയുള്ള ഉത്തരവിലാണ് വേനൽക്കാല ആവശ്യകത മുൻകൂട്ടി കാണാത്തതിലെ പോരായ്മ ചൂണ്ടിക്കാട്ടിയത്. KSEBക്ക് വൈദ്യുതി വാങ്ങുന്നതിന് കോർ കമ്മിറ്റിയും ഓപ്പറേഷൻസ് കമ്മിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം വിലയിരുത്തുന്നതിൽ വീഴ്ചയുണ്ടായി. ആലപ്പുഴ ജില്ലാ ജയിലിൽ റിമാൻഡ് പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടി ഡോക്ടറെ അസഭ്യം പറഞ്ഞ കേസിലെ പ്രതി ശരത് പ്രസാദാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇയാളെ ഉടുതുണിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ആരോഗ്യമന്ത്രി ചെയർമാനായ സഹകരണ സംഘത്തിൽ വ്യാപക ചട്ടലംഘനങ്ങൾ. സർക്കാർ ആശുപത്രികളിലെ സൗകര്യം മെച്ചമാക്കാൻ രൂപവൽക്കരിച്ച കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലാണ് ക്രമക്കേട്. ടെൻഡറോ കൊട്ടേഷനോ ധനവകുപ്പിന്റെ അനുമതിയോ ഇല്ലാതെ സാധനങ്ങൾ വാങ്ങുക, പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ശേഷം കരാർ തയ്യാറാക്കുക, ഉയർന്ന തുക കോട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക തുടങ്ങിയ ഗുരുതര വീഴ്ചകളാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത്. പ്രതിസന്ധി രൂക്ഷമായതോടെ യൂണിറ്റിന് 10 രൂപ വരെ നൽകി മെയ് 15 വരെ ടേം എഹെഡ് മാർക്കറ്റിൽ നിന്ന് 250 മെഗാവാട്ട് വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ മുൻ DGPയും NDA സ്ഥാനാർത്ഥിയുമായ R. ശ്രീലേഖയെ വിമർശിച്ച് DGP റവാഡ ചന്ദ്രശേഖർ. ശ്രീലേഖ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥയും സഹപ്രവർത്തകയുമാണ്. സേനയോട് അനുഭാവപൂർവ്വം പെരുമാറണമായിരുന്നു. ശ്രീലേഖയ്ക്കെതിരായ കേസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. കേസിലെ 5ാം പ്രതിയാണ് R. ശ്രീലേഖ. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് കേസിൽ 6ാം പ്രതിയാണ്. ഇരുവർക്കുമെതിരായ നടപടി പോടാ പുല്ലേ പോലീസെ മുദ്രാവാക്യം വിളിച്ച് വിവാദമായതിനു പിന്നാലെയാണ്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ താമസത്തിനായി കോടികൾ ചെലവഴിച്ച് കെട്ടിപ്പൊക്കിയ ശീഷ് മഹൽ എന്ന കൊട്ടാരത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പടിയിറങ്ങേണ്ടി വന്ന കേജ്രിവാള് പിന്നീട് താമസം അശോക് മിത്തൽ എന്ന ശിഷ്യന്റെ വീട്ടിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാഘവ് ഛദ്ദയോടൊപ്പം ആം ആദ്മി വിട്ട് BJPയിൽ എത്തിയവരിൽ കേജ്രിവാളിന്റെ ശിഷ്യനായ അശോക് മിത്തലും ഉണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ താമസിക്കുന്ന നേതാവ് പോലും അറിയാതെയായിരുന്നു അശോക് മിത്തലിന്റെ ഈ നീക്കം. ഇതോടെ കേജ്രിവാളിനും ഭാര്യയ്ക്കും മകൾക്കും വീണ്ടും അശോക് മിത്തലിന്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു. ഡൽഹിയിൽ സാധാരണ ഇടത്തേക്ക് താമസം മാറ്റേണ്ടിയും വന്നിരിക്കുന്നു കേജ്രിവാളിന്. ഇനി പഞ്ചാബ് കൂടി കയ്യിൽ നിന്ന് പോകുമോ എന്ന ഭയത്തിലാണ് കേജ്രിവാൾ ഇപ്പോൾ ഉള്ളത്. ദ്വാരകയിൽ പുലർച്ചെ വെടിവെപ്പ് നടത്തിയ കേസിൽ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിലെ ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ അറസ്റ്റ് ചെയ്തു. വെടിവെപ്പിന് ശേഷം നീരജ് എന്ന പ്രതി ആദ്യം ഒളിവിൽ പോയിരുന്നു. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡൽഹി പോലീസ് നിരവധി റെയ്ഡുകൾ നടത്തി ഇയാളെ പിടികൂടി. ഡൽഹി പോലീസ് പറയുന്നതനുസരിച്ച് ആൾക്കൂട്ടത്തിൽ നിന്നുള്ള ശബ്ദത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഹെഡ് കോൺസ്റ്റബിൾ നീരജ് വെടിയുതിർത്തു. ഒരു തൊഴിലാളി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മറ്റൊരാൾക്ക് പരിക്കേറ്റു. ചികിത്സയ്ക്കായി കൊണ്ടുപോയി. തൊഴിലാളികൾ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് സംഘർഷം ആരംഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഘർഷം രൂക്ഷമായതോടെ പോലീസുകാരൻ ആയുധം വലിച്ചെടുക്കുകയായിരുന്നു. സംഭവ സമയത്ത് നീരജ് മദ്യലഹരിയിലായിരുന്നോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. തഞ്ചാവൂരിൽ ആലങ്കുടിയിലെ ആദി ദ്രാവിഡർ വെൽഫെയർ പ്രൈമറി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായിരുന്ന കാവ്യയെ കൊന്ന് ജയിലിൽ പോയ യുവാവിനെ 5 മാസത്തിന് ശേഷം കാവ്യയുടെ അച്ഛൻ വെട്ടിക്കൊന്നു. തമിഴ്നാട്ടിൽ തഞ്ചാവൂരിലെ മേലക്കാല കുടിയിലാണ് ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതിയായ അജിത് കുമാർ കൊല്ലപ്പെട്ടത്. കൊല നടത്തിയ പുണ്യമൂർത്തിയും കൂട്ടാളികളും പോലീസിൽ കീഴടങ്ങി. അജിത് കുമാറും കാവ്യയും പ്രണയബദ്ധരായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അധ്യാപികയായ കാവ്യയെ പെയിന്റ് പണിക്കാരനായ അജിത് കുമാറിന് വിവാഹം കഴിച്ചു നൽകാൻ അച്ഛൻ പുണ്യമൂർത്തി തയ്യാറായില്ല. വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കാവ്യ വേറെ വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹ നിശ്ചയ ഫോട്ടോ അജിത് കുമാറിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ അജിത് കുമാർ കഴിഞ്ഞ വർഷം നവംബറിൽ കാവ്യ സ്കൂളിൽ പോകും വഴി തടഞ്ഞു നിർത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ പാകിസ്ഥാൻ അനുയോജ്യനായ ഒരു മധ്യസ്ഥനല്ലെന്ന് ഇറാനിയൻ നിയമസഭാംഗം ഇബ്രാഹിം റസായി പറഞ്ഞു. ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അബ്ബാസ് അരാക്ചി ഒമാനിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള നയതന്ത്രം ശക്തമാക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മാലിയിലെ അക്രമ സംഭവങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു വരുന്നതിനിടെ ഞായറാഴ്ച നടന്ന ഭീകരാക്രമണത്തിൽ മാലിയുടെ പ്രതിരോധ മന്ത്രി സാഡിയോ കമാര കൊല്ലപ്പെട്ടു. തലസ്ഥാനമായ ബമാക്കോയ്ക്ക് ചുറ്റുമുള്ള വലിയ ആക്രമണങ്ങളെ തുടർന്ന് രാജ്യത്ത് അക്രമവും സംഘർഷവും വർദ്ധിച്ചു. സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചു. ബമാക്കോയ്ക്കും മറ്റു നഗരങ്ങൾക്കും സമീപം സൈന്യവും വിഘടനവാദി വിമതരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ 2ാം ദിവസമാണ് സംഭവം. ഇത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി. അത്താഴവിരുന്നിനിടെ അക്രമി വൈറ്റ് ഹൌസിൽ വെടിവെപ്പ് നടത്തിയതും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ ട്രംപിനെ അടക്കം രക്ഷിച്ചതും കഴിഞ്ഞ ദിവസമാണ്. ഇതിനിടയിൽ സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെയും ഭരണകൂടത്തെയും രൂക്ഷമായി പരിഹസിച്ച് ആനിമേഷൻ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് ഇറാൻ. ലെഗോ സ്റ്റൈൽ ആനിമേഷൻ വീഡിയോ ആണ് ഇറാനിൽ നിന്നും പുറത്തു വന്നത്.
ട്രംപിന്റെ ഭരണ നേതൃത്വത്തെയും സുരക്ഷാ ക്രമീകരണങ്ങളെയുമാണ് കളിപ്പാട്ടങ്ങളുടെ രീതിയിൽ തയ്യാറാക്കിയ ലെഗോ വീഡിയോയിലുള്ളത്. ട്രംപിന്റെ റേറ്റിംഗ് തകരുമ്പോൾ ശ്രദ്ധ കിട്ടാൻ ചെയ്യുന്ന നാടകമാണ് വൈറ്റ് ഹൗസ് വെടിവെപ്പെന്നാണ് വീഡിയോയിൽ പറയുന്നത്. അമേരിക്കയിലെ മാധ്യമങ്ങളിൽ നിയന്ത്രണമുള്ളപ്പോൾ ട്രംപിന് ഇറാനുമേൽ നിയന്ത്രണമില്ലെന്നും വീഡിയോ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.